അർജുന്റെ കോഴിക്കോട്ടെ വീട്ടിൽ നിന്നും റിയാസ് KM ചേരുന്നുണ്ട്. റിയാസ്, ഇന്നും തിരച്ചിൽ പുനരാരംഭിക്കുകയാണ്. പ്രതീക്ഷയോടെയാണ് കുടുംബവും വീടും എല്ലാവരും ഉള്ളത്. കുടുംബം ഇപ്പോൾ എന്താണ് പറയുന്നത്? പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ് അർജുന്റെ കുടുംബം കോഴിക്കോട് കണ്ണാടിക്കലിലെ വീട്ടിൽ. ഇപ്പോൾ അർജുന്റെ സഹോദരി അഞ്ജു ഉണ്ട്. അഞ്ജു ലഭിച്ചോ? തിരച്ചിൽ നിങ്ങൾ ഇന്നലെ രാത്രി തെരച്ചിൽ നിർത്തിവെച്ചെന്നാണ് അറിയാൻ കഴിഞ്ഞത്. പിന്നെ ഇന്ന് 5:30 സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞു. പക്ഷേ ഇതുവരെ കുറച്ചുകൂടി കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഇപ്പോൾ അവർ ലൊക്കേഷനിലേക്ക് എത്തുന്നേ ഉള്ളൂ. നമുക്ക് വേറെ ഇൻഫർമേഷനും കിട്ടിയിട്ടില്ല. പക്ഷെ ഇന്നലെ രാത്രി തെരച്ചിൽ നിർത്തിവെക്കുന്നു ഞങ്ങൾ ഒട്ടും പ്രതീക്ഷിച്ചില്ലായിരുന്നു. കാരണം എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചിട്ട് അവർ ഇന്നലെ തന്നെ കണ്ടുപിടിക്കുന്നുള്ള പ്രതീക്ഷ ഉണ്ടായിരുന്നു. നമ്മളെ കയ്യിലൊന്നുമില്ല. ഈ സിഗ്നൽ സംവിധാനം കിട്ടിയത് അതൊരു വലിയ പ്രതീക്ഷ പകരുന്നുണ്ട്. എന്ത് ലോറിയിൽ നിന്നുള്ള സിഗ്നൽ GPS ലാസ്റ്റ് ആ സ്ഥലത്താണെന്നുള്ളത് നമ്മൾ അവിടെ എത്തിയത് മുതൽ അവരുടെ കൈയും കാലും പിടിച്ചിട്ട് അവിടെ ഉള്ള ആളുകൾ നമ്മൾ പറയുന്നുണ്ട്. പക്ഷെ അത് കേൾക്കാനും കൂടുതൽ മനസ്സ് അവിടെ ഉള്ള ആളുകൾ കാണിച്ചിട്ടില്ല. ഇപ്പോഴും അവരുടെ മനോഭാവം അത് തന്നെയാണ്. അല്ലല്ല, ഇപ്പം ഈ നമ്മുടെ മിനിസ്റ്റേഴ്സും കാര്യങ്ങളൊക്കെ ഇടപെട്ടിട്ട് അതിലൊരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്തായാലും ഇനി അത് കാര്യക്ഷമമായി കിട്ടും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട്. കിട്ടുന്നുണ്ട്. പക്ഷേ സാർ വൈകില്ല. നമ്മൾ എല്ലാവരും അറിയിക്കാൻ തുടങ്ങിയിട്ടും 24 hours ഓൾറെഡി കഴിഞ്ഞു. മെനാന്ന് രാത്രി എല്ലാവരും നമ്മൾ അറിയിച്ചു. ഇവിടെ നിന്നുള്ള ആ ഒരു ഇതൊക്കെ പക്ഷേ ഇമ്പാക്റ്റ് വന്നത് അവിടെ ഉച്ചയ്ക്ക് ശേഷമാണ്. ഇന്നലെ രാവിലെ നമ്മൾ ഒരു തവണ വിളിച്ചപ്പം ഫുൾ റിങ് ചെയ്തിട്ട് വീണ്ടും ഓഫായിപ്പോയി. ഒരു പക്ഷേ റേഞ്ച് വന്നതുകൊണ്ട് റിങ് ചെയ്ത് ഓഫായതാണെന്നും അറിയില്ല. ഇല്ല, കിട്ടിയിട്ടില്ല. ഇത് തന്നെയാണ് കുടുംബത്തിൻ്റെ ഒരു പ്രതികരണം. കാരണം ഇവിടെ നിന്നും ജനപ്രതിനിധികൾ, സംസ്ഥാന സർക്കാർ, ഒപ്പം തന്നെ ഉദ്യോഗസ്ഥർ ഇടപെട്ടതിൻ്റെ ഫലമായി അവിടെ ഒരു വർക്ക് നടക്കുന്നു എന്നുള്ളതല്ലാതെ ഇന്നലെ രാത്രി ഈ തെരച്ചിൽ നിർത്തുമെന്നുള്ളൊരു പ്രതീക്ഷ കുടുംബത്തിന് ഉണ്ടായിരുന്നില്ല. പക്ഷേ അത് രാത്രിയും തെരച്ചിൽ തുടരണമായിരുന്നു എന്നുള്ളതാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എന്തായാലും അവരിപ്പോഴും പ്രതീക്ഷയോടെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. പക്ഷേ ഇന്നലെ രാവിലെ ഫോൺ റിങ് ചെയ്തതിന് ശേഷം അതിനുശേഷം ശ്രമിച്ചെങ്കിലും ഫോൺ കിട്ടിയില്ല എന്നുള്ളത് ആശങ്ക പടർത്തുന്നുണ്ട്. അപ്പോഴും പ്രതീക്ഷ കുടുംബം കൈവിടുന്നില്ല. എന്തായാലും അർജുൻ ജീവനോടെ തിരിച്ചു വരട്ടെ എന്ന് നമുക്കും പ്രത്യാശിക്കാം. റിയാസ്, അതുപോലെ തന്നെ ഫോൺ റിങ് ചെയ്തത് ഒരു പ്രതീക്ഷയുടെ ആശ്വാസകരമായ ഒരു വാർത്തയായിരുന്നു. ഇന്ന് രക്ഷാപ്രവർത്തനം, റഡാർ അടക്കമുള്ള സംവിധാനങ്ങൾ ഉപയോഗിച്ചുള്ള രക്ഷാപ്രവർത്തനമാണ്. കാലാവസ്ഥ പ്രതികൂലമായ ബാധിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് വീണ്ടും ഒരു രക്ഷാപ്രവർത്തനത്തിന് ഇത്രയും ഒരു കാലതാമസം വരുന്നത്. അത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദാംശങ്ങൾ എങ്ങനെയാണ്? തീർച്ചയായും അവിടെ മഴയുണ്ട്, കനത്ത മഴയുണ്ട്. ഒപ്പം തന്നെ ഗംഗാവലിപ്പുഴ നിറഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യവുമുണ്ട്. മഴ തുടരുന്ന രക്ഷാപ്രവർത്തനത്തിന് ഒരു തടസ്സം സൃഷ്ടിക്കുന്നത് കൂടുതൽ കാര്യക്ഷമമായി നടത്താൻ സാധിക്കുമെന്നുള്ളത് തന്നെയാണ് കർണാടകയിൽ നിന്നുമെല്ലാം ലഭിക്കുന്ന വിവരം. അപ്പോഴും കുടുംബം ഇതുമായി ബന്ധപ്പെട്ട് നിരന്തരം ഇടപെടുന്നു. ഇക്കഴിഞ്ഞ 16-ന് ശേഷം 17-ന് ഇവിടെ ചേവായൂർ പോലീസിൽ ഉൾപ്പെടെ കുടുംബം പരാതി നൽകുന്നുണ്ട്. എന്നിട്ട് അതിലും ഒരു ഇടപെടലോ ഒന്നും ഉണ്ടായിട്ടില്ല. കഴിഞ്ഞ ദിവസം, അതായത് മിനിഞ്ഞാന്ന് രാത്രി ഇവർ സ്ഥലം MP പോയി കാണുന്നു. അതിനുശേഷമാണ് ഒരു ഇടപെടലിന് ഒരു ഊർജ്ജം ലഭിക്കുന്നത്. സംസ്ഥാന സർക്കാർ, മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഇടപെടുകയും ഒപ്പം തന്നെ ആലപ്പുഴ MP-യും AICC ജനറൽ സെക്രട്ടറിയുമായ KC വേണുഗോപാൽ അടക്കം ഇടപെട്ട് മന്ത്രി KB ഗണേഷ് കുമാർ ഇടപെടുന്നു. ആ രീതിയിൽ കർണാടക സർക്കാരുമായി അവർ സംസാരിക്കുന്നു. കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ തന്നെ നേരിട്ട് ഇടപെട്ട് ഇതിൻ്റെ രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗത കൈവരിക്കാൻ എല്ലാം തന്നെ ഇടപെടലെല്ലാം നടത്തി തിരച്ചിൽ തുടങ്ങി. ആ തിരച്ചിൽ തുടങ്ങിയതിന് ശേഷം ഇന്നലെ രാത്രി 9 മണിയോടുകൂടി ഈ തിരച്ചിൽ നിർത്തേണ്ടി വരുന്ന ഒരു സാഹചര്യം അത് കുടുംബം പ്രതീക്ഷിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കുടുംബം വ്യക്തമാക്കുന്നത്. എങ്കിൽ കൂടിയും അവർക്ക് ഇപ്പോഴും പ്രതീക്ഷയുണ്ട്. അവർ പ്രാർത്ഥനയോടെ കാത്തിരിക്കുകയാണ്.